ഹലോ ഹായ് ഗുഡ് ഈവനിങ്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. വെൽക്കം ബാക്ക്. എന്താണ് ആരും മുഖം കാണിക്കാത്തത്? എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. എല്ലാവരും സാർ ഒന്ന് കാണട്ടെ. വേഗാവട്ടെ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. രണ്ടാണ് ഓൺ ചെയ്ത്. ഫസ്റ്റ് ഓൺ ചെയ്തതിന്റെ പേരെന്താ? യദു മോൻ. യദു എന്നാ ഉണ്ട്? നമ്മടുത്തൊന്ന് പറഞ്ഞെന്താ നിനക്ക് പറയാൻ പറ്റുള്ളൂ? ഹലോ സാർ എന്ന് പറ. എന്താന്ന് പറയുമ്പോ അമ്മ പറയും സുഖം എന്ന് പറയും. നിനക്ക് ഒന്നും അറിയില്ല തന്നെ പറയാൻ. അല്ലെങ്കിൽ അമ്മ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടിരുത്തിയേക്കണമെന്നോ ഇങ്ങനെ? സത്യം പറഞ്ഞോ? അല്ല, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം വന്നിരിക്കുന്നതാണ്. ആണോ? മിടുക്കൻ. പിന്നെ വെക്കേഷനൊക്കെ എങ്ങനെ? വെക്കേഷൻ കഴിയാറായി. വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. വീട് എവിടെയാ? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴക്കാര് കുറച്ച് പേരുണ്ട് നമുക്ക്. മോനെ ഓക്കെ. മാത്സ് ഇഷ്ടല്ലേ നിനക്ക്? എടാ മാത്സ് ഇഷ്ടമാണോന്ന്? ആഷ്ട. ഓക്കെ, അടിപൊളി. ഹൂസ് നെക്സ്റ്റ്? ആൻ. ഹായ് ആൻ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖം. യദുകൃഷ്ണൻ പോയാ? സുഖം. ഓക്കെ ഓക്കെ ഓക്കെ. ആൻ ഓക്കെ. ആൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാ? ആൻ അതും അമ്മ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്താലേ പറയാൻ പറ്റും. എന്ത് ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും അങ്ങനെ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് മാത്സ് ആണോ? ഓക്കെ. അപ്പൊ മാത്സ് ബുദ്ധിമുട്ട് ഇപ്പൊ മറ്റേ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാറുണ്ടോ? ചെയ്ത് പഠിച്ചിട്ട് മാത്സ് ബുദ്ധിമുട്ടാണ് ആണോ? ചേടാ, നമുക്ക് വഴി ഉണ്ടാക്കാം. അടുത്ത ആള് ഹരിഗോവിന്ദ്. നല്ല പേര്. എടാ ഹരിയേ. എന്തോ മുത്താണ് നീ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. മാത്സ് ഇഷ്ടാണോ നിനക്ക്? എല്ലാവർക്കും മാത്സ് ഇഷ്ടല്ലേ? ഓക്കെ. ക്ലാസ് തുടങ്ങിയോ? സ്കൂള് തുടങ്ങിയോ? ഇല്ല. 9-ലല്ലേ നീ? വീട് എവിടെ നിന്റെ? ഏറ്റുമാനൂരപ്പൻ. ഓക്കെ ഓക്കെ, അടിപൊളി. ഓക്കേടാ. ഓക്കെ. അടുത്താണ് സിയ. സിയ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സിയക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? അടുത്ത ആൾ വിളിക്ക്. ഷദാഫ്. നൈസ് നെയിം. ഷദ. എന്താ ഇരുട്ടത്തിരിക്കണേ? ലൈറ്റിനെ മറച്ചിരിക്കണല്ലോ. ഷദ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ എന്താ പ്രശ്നമുണ്ടല്ലോ? അയ്യടാ, 2 മാസം കിട്ടിയിട്ട് മതിയായില്ല? അതൊക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാ? മാത്സും ഹിന്ദിയും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ തമ്മിൽ അടിയാവുന്നുള്ള കാര്യം ഉറപ്പായി അല്ലേ?
ഓക്കെ, ഹൂസ് നെക്സ്റ്റ്? ഞാൻ ക്യാമറ അനുശ്രീ. അനുശ്രീ അനുശ്രീ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായതല്ലേ എന്റെ? ഉണ്ടായിരുന്നോ? മാത്സ് ക്ലാസ്സില്. സയൻസ് ഇപ്പൊ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു അനുശ്രീ? 9th. എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു നമ്മുടെ 90+ലെ? 2 ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇത് അപ്പൊ ഇന്ന് ഞാൻ ആ സെയിം ഇത് തന്നെയാണ് എടുക്കുന്നത്. അനുശ്രീക്ക് ക്ലാസ്സസ് ഇഷ്ടമായില്ലേ? അപ്പൊ ക്ലാസ് ടീച്ചറോട് പറഞ്ഞില്ലേ? നമ്മുടെ റെഗുലർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താ? റെഗുലർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോ? റെഗുലർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോ? പിന്നെ എന്തിനാ അനുശ്രീ ഇതിൽ കയറി ഇരിക്കുന്നത്? ഇന്നാണോ പേയ്മെന്റ്? ഓക്കെ 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 ഫൈൻ. അപ്പൊ നാളെ തൊട്ട് റെഗുലർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഹൂസ് നെക്സ്റ്റ്? അനന്യ. ഹായ് അനന്യ. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. വെക്കേഷൻ ഒക്കെ എങ്ങനെ പോയിരുന്നു? പോയി കഴിഞ്ഞു. ഇനി ഒരാഴ്ച കൂടി ഉണ്ടല്ലോ. കഴിയാൻ പോണതിന്റെ വിഷമത്തിലാണോ? ചേട്ടാ ഓക്കെ ഓക്കെ. വെക്കേഷൻ ശരിക്കും ഒരു 3-4 മാസം വേണല്ലേ? ഓക്കെ അനുശ്രീ, മാത്സ് ഇഷ്ടാണോ? കുഴപ്പമില്ലാണ്ട് ഇഷ്ടല്ല അല്ലേ? ഓക്കെ, നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ മക്കളെ, അപ്പൊ ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരോടും ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഓഫ് ചെയ്യാത്തതോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാം. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ക്യാമറ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. മനസ്സിലായോ? ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചാലാണ് എനിക്ക് നിങ്ങളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. നിങ്ങളെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഇവിടെ ക്ലാസ് എടുക്കുന്ന എനിക്ക് മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വേറെ ആരെയും കാണാൻ നിങ്ങളെ കാണില്ല. സോ all of you just arrange your camera like this. ഇങ്ങനെ സിനിമ കാണുന്നത് പോലെ ലാൻഡ്സ്കേപ്പ് മോഡ് എന്നൊക്കെ ഞങ്ങൾ പറയാം. അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തേ. പക്ഷെ ഒന്ന് കാണട്ടെ. മാഷിന്റെ പിള്ളേരൊക്കെ മാഷ് ഒന്ന് കാണട്ടെ. ഓക്കെ ഫൈൻ. ഓക്കെ മക്കളെ, നമുക്കിപ്പോ നമ്മളുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉഷാറായിട്ട് മുന്നോട്ട് പോകാം നമ്മുടെ ക്ലാസ്. ഓക്കെ, ആദ്യം തന്നെ മാത്സ് പഠിക്കുന്നതിന് മുമ്പ് ഇന്ന് ആശിഷ് സാറിന് ഞാൻ കുറെ ടാസ്ക് കൊടുക്കും. ആയിഷ് സാറിനോട് ഫുൾ ചോദ്യങ്ങൾ ചോദിക്കും ഞാനിന്ന്. ആയിഷ് സാർ ഉത്തരം പറയണം. ആയിഷ് സാർ ഈ ക്ലാസ് കുറെ ആയി കേൾക്കണേ. ഓക്കെ, ആദ്യം തന്നെ മാത്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ഇഷ്ടപ്പെടണം? മാത്സിന് ഇഷ്ടപ്പെടണം കേട്ടോ. എല്ലാവരും ഐ ലവ് മാത്സ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഐ ലവ് യു മാത്സേ പറഞ്ഞേ. ചുണ്ടനങ്ങുന്നില്ല. എല്ലാവരും ഉറക്കെ പറഞ്ഞോ. വീട്ടുകാരൊക്കെ കേക്കട്ടെ. വീട്ടുകാരൊക്കെ ഓടി വന്നു. ഇവനെന്താ പറ്റിയേ? ഇവൾക്ക് എന്താ പറ്റിയേ ചോദിക്കട്ടെ. ഓർക്കെ പറഞ്ഞോ. ഹരിഗോവിന്ദ പറഞ്ഞോടാ നീ. പറഞ്ഞ നീ അത് കമ്പ്യൂട്ട് ചെയ്തേ. കുത്തി പൊട്ടിക്കപ്പോ അത്. നീ ഇപ്പഴാണോ പറഞ്ഞ? നേരത്തെ പറഞ്ഞില്ലല്ലോ. നേരത്തെ പറഞ്ഞ നീ. എടാ കേക്കണ്ട്, പറഞ്ഞോ. പറയ് നേരത്തെ പറഞ്ഞ നീ. നേരത്തെ പറഞ്ഞ. നാണം നിനക്ക്. എന്തൊരു നാണം. ഓക്കെ ഓക്കെ, അടിപൊളി. ഓക്കെ മക്കളെ, അപ്പോ മാത്സ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം?
മാത്സിനെ ഇഷ്ടപ്പെടണം. മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാത്സ് ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. മാത്സ് ബുക്ക് കൊടുക്കുമ്പോഴേക്കും നമ്മൾ മാത്സ് പഠിക്കണമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നമുക്ക് മാത്സ് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് മാറും. നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും എളുപ്പം പഠിക്കാനുള്ളത് മാത്സ് ആണ്. അത് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ സബ്ജക്റ്റ്. കേട്ടോ? അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിളിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങൾ ചെറു ക്ലാസ്സുകൾ തൊട്ടേ നിങ്ങൾ സർക്കിളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്താണ് സർക്കിൾ, അതെന്താണ്, ഇതെന്താണെന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് സർക്കിളിനെ കുറിച്ചിട്ട്. ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. മനസ്സിലായോ? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ മാഷ് ഒരു ഫിഗർ വരയ്ക്കാം. ഇതൊരു സർക്കിൾ ആണോ? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഇത് ഒരു സർക്കിൾ ആണോ? ഇതൊരു സർക്കിൾ ആണോ? ഇതൊരു സർക്കിൾ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും പറഞ്ഞു ദിസ് ഇസ് നോട്ട് എ സർക്കിൾ. അല്ല, ഇതെന്തല്ല, ഇതൊരു സർക്കിൾ അല്ല എന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇതൊരു സർക്കിൾ ആണോ? ഇതൊരു സർക്കിൾ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ഇതൊരു സർക്കിൾ. യെസ്, യദു പറഞ്ഞു യെസ്. മേരി, അനന്യ, അഭിനവ്, സിയ, ഹരിഗോവിന്ദ് പറഞ്ഞു യെസ് എന്ന്. നമ്മുടെ ഹരിമോൻ പറഞ്ഞു യെസ് എന്ന്. ഹയ, സദ, എല്ലാവരും യെസ് എന്ന് പറഞ്ഞു. സന്തോഷം. കേട്ടോ? അപ്പൊ സർക്കിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ മക്കളെ, ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സർക്കിൾ ഓൾവേസ് എ ക്ലോസ്ഡ് ഫിഗർ. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ, സർക്കിൾ എപ്പോഴും എന്തായിരിക്കും, ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മാഷ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എന്തൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത്? റേഡിയസ് എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, സെക്ടർ എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, സെഗ്മെന്റ് എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, ആർക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, കോഡ് എന്താണെന്ന് പഠിപ്പിക്കും, ഡയാമീറ്റർ എന്താണെന്ന് പഠിപ്പിക്കും. ഇങ്ങനെ സർക്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ 9th ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. സർക്കിളിന്റെ 2 പാഠങ്ങൾ ഏകദേശം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് 9th. കേട്ടോ? അപ്പം പിന്നെ 10th സർക്കിളിനെ കുറിച്ച് 2 പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോ 9th 10th വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പോർഷൻ ആണ് എന്ത്, സർക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? സർക്കിൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കണ്ടല്ലോ. അവന്റെ പേരെന്താ? വെച്ചിട്ട് മുഖത്ത് കൈ വെച്ചത് ജസീൻ. ഹലോ ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്റെ വീട് എവിടെയാ? വീണ്ടും മൂവാറ്റുപുഴ. ഇത് ഞാൻ മൂവാറ്റുപുഴക്കാര് കുറെ പേരുണ്ട് നമ്മുടെ ഇവിടെ ട്യൂഷൻ ക്ലാസ്സില്. മൂവാറ്റുപുഴ കുറെ പൈനാപ്പിളിന്റെ കൃഷിയൊക്കെ ഉണ്ടല്ലോ അവിടെ? അറിയില്ല. വാഴക്കുളം. അത് മൂവാറ്റുപുഴയുടെ അടുത്താണോ? ഓക്കെ. നിനക്ക് ഇഷ്ടമാണോ പൈനാപ്പിൾ? സർക്കിളിനെ കുറിച്ചൊക്കെ നീ പഠിച്ചിട്ടുണ്ടാ? അറിയാം അല്ലേ? സർക്കിൾ എന്ന് പറഞ്ഞപ്പോ നീ ഭയങ്കരമായിട്ട് ചിരിച്ചേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ.
നോട്ടൊക്കെ ഉണ്ടോ കയ്യില്? ഇല്ല. പിന്നെ നീ എന്ത് കഥ കാണാനാ വന്നിരിക്കണേ? ക്ലാസ്സാ. ട്രയൽ ക്ലാസ് ആണെങ്കിൽ നോട്ട് എഴുതണം. ആ നോട്ട് എടുത്തിട്ട് വരെ. അതെ. ട്രയൽ ക്ലാസ് ആണെങ്കിലും എല്ലാവരും നോട്ട് എഴുതണം കേട്ടോ. ട്രയൽ ക്ലാസ് ആണെങ്കിലും എല്ലാവരും നോട്ട് എഴുതണം. ഓക്കെ, ഓക്കെ മക്കളെ, നമുക്കപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് എന്ത് പഠിക്കാം? റേഡിയസ് എന്താണെന്ന് പഠിക്കാം. മനസ്സിലായോ? ആദ്യം തന്നെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഡിയസ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മക്കളെ നോക്കിയേ, അതായത് ഇതൊരു സർക്കിൾ ആണ്. ഇതെന്താണ്? ഒരു സർക്കിൾ ആണ് അല്ലെ? ദെൻ ഞാൻ ഇവിടെ ഒരു കുത്തിട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെന്റർ ഓഫ് ദി സർക്കിൾ. എന്താണ് ഇതിന് പറയാ? സെന്റർ ഓഫ് ദി സർക്കിൾ. മനസ്സിലായോ? അതിനെ പറയുന്ന പേരാണ് എന്ത്? സെന്റർ ഓഫ് ദി സർക്കിൾ. ദെൻ സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? വാട്ട് ഈസ് റേഡിയസ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ സെന്ററിൽ നിന്നും, സർക്കിളിന്റെ സെന്ററിന് ഞാൻ പേര് കൊടുത്തു, O എന്ന് പേര് കൊടുത്തു. സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ്. മനസ്സിലായോ? ഈ റേഡിയസിന്റെ പേരൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഈ റേഡിയസിന്റെ പേരൊന്ന് കമന്റ് ചെയ്ത്. എന്താണ് ഈ റേഡിയസിന്റെ പേര്? റേഡിയസിന്റെ പേരൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. OA എന്നാണ് ഈ റേഡിയസിന്റെ പേര്. മനസ്സിലായോ? റേഡിയസിന്റെ പേരെന്താണ്? OA എന്നാണ് ഈ റേഡിയസിന്റെ പേര്. ഞാൻ വേറൊരു റേഡിയസ് വരയ്ക്കാണ്. ഈ റേഡിയസിന്റെ പേരൊന്ന് പറഞ്ഞേ എല്ലാവരും. ഈ റേഡിയസിന്റെ പേരൊന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. ഈ റേഡിയസിന്റെ പേര്. യെസ്, ഈ റേഡിയസിന്റെ പേരാണ് OB അല്ലെ? ഈ റേഡിയസിന്റെ പേരാണ് എന്ത്? OB. മനസ്സിലായോ എല്ലാവർക്കും? ഇനി ഞാൻ ഒരെണ്ണം വരയ്ക്കട്ടെ. ഇത് റേഡിയസ് ആണോ? CD എന്ന് പറയുന്നത് റേഡിയസ് ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. CD എന്ന് പറയുന്നത് റേഡിയസ് ആണോ അല്ലയോ? CD എന്ന് പറയുന്നത് റേഡിയസ് ആണോ? നോ, CD എന്ന് പറയുന്നത് എന്തല്ല? റേഡിയസ് അല്ല. അത് ആരാ? സ്റ്റീവനോ? സ്റ്റീവൻ? യെസ് സാറേ. ഇടാ, നീ ഇത് തലയിൽ പണിതോണ്ടിരിക്കണേ. നേരെ ഇരുന്നേ. കിടന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണേ. നോട്ട്ബുക്ക് എവിടെ? അത് അടച്ചു വെക്കാനുള്ളതല്ല, ഇരുന്ന് എഴുത്. ഫോൺ ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്ക്. ലാൻഡ്സ്കേപ്പ്. എനിക്ക് നിന്റെ നോട്ട്ബുക്ക് ഒക്കെ കാണണം. ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്ക് ഫോൺ. ഒരു ടേബിൾ അറേഞ്ച് ചെയ്. ഇങ്ങനെ വെക്ക്. അങ്ങനെ എടം ഇടുക്ക. ഇങ്ങനെ വെക്ക്. നിന്നെ എനിക്ക് മുഴുവനായിട്ട് കാണണം. ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്ക്. നോട്ട്ബുക്കും കൂടി കാണാവുന്ന. അപ്പൊ സൂപ്പറായി. ഇപ്പൊ നീ മിടുക്കനായി. ഇങ്ങനെ വെക്കണം കേട്ടാ. എന്നിട്ട് എഴുതണം നീ. നിന്റെ വീട് എവിടെയാ? അത് ഇത്ര ആലോചിച്ച് പറയാനുള്ള ഉത്തരാണോ അത്? കലൂർ എന്നാണ് പറഞ്ഞേ. എറണാകുളംകാരനാ? കലൂർ എന്ന് പറഞ്ഞ എറണാകുളല്ലേ? എറണാകുളത്തല്ലേ? ഓക്കെ.
അപ്പൊ എഴുതിയെടുത്തോട്ടാ. ആ ഓക്കെ മക്കളെ, അപ്പോ റേഡിയസ് എന്താണ് എന്നാണ് മാഷ് പറഞ്ഞു തന്നത്. എന്താണ് റേഡിയസ്? കണ്ടോ, റേഡിയസ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും എന്ത് ചെയ്യണം? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ്. റേഡിയസ് എല്ലാവർക്കും മനസ്സിലായിണ്ടാവല്ലോ. റേഡിയസിനെ നമ്മൾ സൂചിപ്പിക്കണം ഡിനോട്ടഡ് ബൈ. എങ്ങനെ ഡിനോട്ട് ചെയ്യണം? ഒന്നുകിൽ ക്യാപിറ്റൽ ലെറ്റർ ആർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിലോ സ്മോൾ ലെറ്റർ ആർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. മനസ്സിലായോ? പിടികിട്ടിയോ? സ്റ്റീവൻ എഴുതിക്കോ. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ്. ഇതിനെ ആർ എന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോട്ട് ചെയ്യുന്നു. ഈ റേഡിയസിന്റെ പേര് നമ്മൾ എങ്ങനെയാ കൊടുക്കണേ? റേഡിയസിന്റെ പേര് എങ്ങനെയാ? OB എന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഈ റേഡിയസിന്റെ പേര്. ദെൻ ഈ OB നെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ആർ എന്ന ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? OB യെ ഡിനോട്ട് ചെയ്യാം. മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സെറ്റ് അല്ലേ? മാഷിന്റെ അടുത്തത് പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. റേഡിയസ് മാത്രമേ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡയാമീറ്റർ. ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയാമീറ്റർ is defined as twice the length of a circle. അതായത് twice the length of the radius of a circle. ഒരു സർക്കിളിന്റെ റേഡിയസിന്റെ ഇരട്ടിയാണ് എന്ത് വരുന്നുണ്ടായിരിക്കാം? ഡയാമീറ്റർ വരാം. റേഡിയസിന്റെ ഇരട്ടിയാണ് എന്ത് വരാം? ഡയാമീറ്റർ വരാം. മനസ്സിലായോ? എന്താണ് ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? റേഡിയസിന്റെ ഇരട്ടിയാണ് എന്ത്? ഡയാമീറ്റർ. ഞാൻ വരച്ചു കാണിച്ചു തരാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് വേറെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഡ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. കോഡിനെ കുറിച്ചിട്ടും ഡയാമീറ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് കോഡ്? കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു സ്ട്രൈറ്റ് ലൈനെയാണ് എന്താ പറഞ്ഞത് മക്കളെ? അതായത് വാട്ട് ഈസ് കോഡ്? കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എന്താണ്? ഇതെന്താണ്? ഒരു സർക്കിൾ ആണ്. ദെൻ സർക്കിളിലെ ഏതെങ്കിലും ഇവരെ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. രണ്ട് പോയിന്റ്. മനസ്സിലായോ? ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു സ്ട്രൈറ്റ് ലൈനെ, അതാണ് പേര് വിളിച്ചേ, ശ്രീരാഗ് NSO. ശ്രീരാഗ് മക്കളെ, എന്താണ് കോഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് കോഡ്? ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോട്ടോ. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിലെ
ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആ ഒരു സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. അപ്പോ എം എൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, എം എൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോഡാണ്. ഒരു സ്ട്രൈറ്റ് രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഡയാമീറ്റർ എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഡയാമീറ്റർ. സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാമീറ്റർ. ഇത് ഡയാമീറ്റർ ആണോ? അത് ഡയാമീറ്റർ അല്ല, അതൊരു കോഡാണ്. പക്ഷെ അതെന്തല്ല? ഡയാമീറ്റർ അല്ല. എന്തത് ഡയാമീറ്റർ അല്ല എന്ന് പറയാൻ കാരണം? അത് സർക്കിളിന്റെ സെന്ററിലൂടെയല്ല കടന്നു പോയിരിക്കുന്നത്. മനസ്സിലായോ? എന്താണ് ഇവിടെ ഞാൻ പി ക്യു എന്ന് പറഞ്ഞ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പുറത്തു പോയി. ഞാൻ പി ക്യു എന്ന് പറഞ്ഞ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. പി ക്യു എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ഡയാമീറ്റർ അല്ല. പി ക്യു എന്തല്ല? പി ക്യു എന്ന് പറയുന്നത് ഡയാമീറ്റർ അല്ല. കാരണം എന്താ? പി ക്യു എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിലൂടെ അല്ല കടന്നു പോയിരിക്കുന്നത്. സെന്ററിലൂടെ കടന്നു പോകുന്ന കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റീവ് ക്യാമറ ഓഫ് ചെയ്തോ? സ്റ്റീവൻ പോയി. ഓക്കെ മക്കളെ, മനസ്സിലായോ? സർക്കിളിന്റെ എന്താണ്? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഡയാമീറ്ററിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. ഇവിടത്തെ ഈ ഫിഗറിലുള്ള ഡയാമീറ്ററിന്റെ പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഡയാമീറ്റർ ഇപ്പൊ വരും, ഓൺ ദ വേ ആണ്. ഈ ഡയാമീറ്ററിന്റെ പേരൊന്ന് കമന്റ് ചെയ്തേ. ഈ സർക്കിളിലുള്ള ഡയാമീറ്ററിന്റെ പേരൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. DE. യെസ്, എന്താണ് ഡയാമീറ്ററിന്റെ പേര്? എന്താണ്? DE എന്നാണ് ഡയാമീറ്ററിന്റെ പേര്. മനസ്സിലായോ എല്ലാവർക്കും? സെറ്റ് അല്ലേ? ഞാൻ അടുത്ത് പറഞ്ഞു തരട്ടെ. ഇത് മനസ്സിലായ എല്ലാവരും തംസപ്പ് വന്നേ മാഷിന്. ഇത് മനസ്സിലായ എല്ലാവരും മാഷിന് ഒരു തംസപ്പ് വന്നേ. യെസ്, ഗുഡ്. അടുത്ത നമുക്ക് എന്താ പഠിക്കാൻ പോകുന്നത്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആർക്ക്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് ആർക്ക്? മനസ്സിലായോ? നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ആർക്ക് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ മക്കളെ ആർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആർക്ക്, the arc of a defined as a part, അല്ലെ? സർക്കിളിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. ഇതൊരു സർക്കിൾ ആണെങ്കിൽ ശ്രദ്ധിക്കാം, ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഇതൊരു സർക്കിൾ ആണ്. ഇതിന്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയുമുള്ള ഭാഗം, മനസ്സിലായില്ലേ? ഇത്രയുമുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. റാ പോലെ ഇരിക്കുന്ന സാധനം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആർക്ക് എന്താന്ന് മനസ്സിലായോ? അതിങ്ങനെ ഇരിക്കും, എത്ര ഉള്ളൂ. ഇതാണ് ആർക്ക്. മനസ്സിലായില്ലേ എല്ലാവർക്കും? പക്ഷെ സർക്കിളിന്റെ ഒരു പാർട്ട് തന്നെയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സർക്കിൾ. മനസ്സിലായോ? സർക്കിളിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഇത്. അപ്പോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ട് ആർക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. മനസ്സിലായോ?
രണ്ട് ആർക്കുകൾ രണ്ട് ആർക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സർക്കിൾ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? രണ്ട് ആർക്കുകൾ കൂടി ചേർന്നിട്ടാണ്, കണ്ടോ, ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക്, ഇങ്ങനെ രണ്ട് ആർക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കാം. ഇതിൽ ഫസ്റ്റ് കാണുന്ന ആർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മേജർ ആർക്ക്. വലിയ ആർക്കിനെ പറയുന്ന പേരാണ് എന്ത്? മേജർ ആർക്ക്. മനസ്സിലായോ? വലിയ ആർക്കിനെ പറയുന്ന പേരാണ് മേജർ ആർക്ക്. ആ ചെറിയ ആർക്കിനെ പറയുന്ന പേരാണ് മൈനർ ആർക്ക്. മനസ്സിലായോ? പിടികിട്ടിയോ എല്ലാവർക്കും? വലിയ ആർക്കിനെ പറയുന്ന പേരാണ് മേജർ ആർക്ക്. ആ ചെറിയ ആർക്കിനെ പറയുന്ന പേരാണ് മൈനർ ആർക്ക്. ഗോട്ട് ഇറ്റ് എവരിവൺ? മനസ്സിലായ? ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ റാ പോലെ ഒരു ഇങ്ങനത്തെ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് ആർക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അതിലെ വലിയ ആർക്കിനെ പറയുന്ന പേരാണ് മേജർ ആർക്ക് and the small arc is called the minor arc. Got it? മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സെക്ടർ എന്താണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് ദി സെക്ടർ? അല്ലേ? സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ ഒരു പാർട്ട്, ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അതായത് ഇതൊരു സർക്കിൾ ആണ് എന്ന് വിചാരിക്കല്ലേ. ഇതൊരു സർക്കിൾ ആണ്, കണ്ടോ? ഇതിന്ന് കണ്ടോ ഇങ്ങനത്തെ ഒരു പോർഷൻ ഞാൻ എന്ത് ചെയ്തു? മുറിച്ചെടുത്തു. ഇത് ഞാൻ എന്ത് ചെയ്തു? ഇത്രയുമുള്ള ഒരു പോർഷൻ ഞാൻ എന്ത് ചെയ്തു? മുറിച്ചെടുത്തു. അപ്പൊ എനിക്കിത് ഇങ്ങനെ ഒരു സാധനം കിട്ടി. ഇതിനെയാണ് ഞാൻ എന്തു പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. സർക്കിളിന്റെ സെന്ററിനെ കണക്ട് ചെയ്യണം കേട്ടോ. വെറുതെ ഇവിടെ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്താൽ അത് എന്താവില്ല? സെക്ടർ ആവില്ല. സെക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു പോർഷനെയാണ് ഞാൻ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. ഈ സെക്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുക? രണ്ട് റേഡിയസ് ഉണ്ടാവും, ഒരു ആർക്ക് ഉണ്ടാവും. മനസ്സിലായോ? സെക്ടറിൽ എന്തൊക്കെ ഉണ്ടാവുക? സെക്ടറിൽ എപ്പോഴും രണ്ട് റേഡിയസ് ഉണ്ടാവും, ഒരു ആർക്കും ഉണ്ടാവും. മനസ്സിലായില്ലേ? സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ ഒരു പാർട്ട്. ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. അതെപ്പോഴും വെറുതെ തോന്നിയോളം മുറിക്കരുത്. എന്ത് ചെയ്യണം? സെന്ററിൽ നിന്ന് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. മനസ്സിലായില്ലേ എല്ലാവർക്കും? സെക്ടർ എന്താന്ന് മനസ്സിലായോ? ആർക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. ഇങ്ങനത്തെ ഒരു വരേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു വര, ദിസ് ഓൺലി, ഇതാണ് ആർക്ക്. ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് എന്ത്? സെക്ടർ. മനസ്സിലായോ? ആർക്ക് ഇത്, സെക്ടർ അത്. സർക്കിളിൽ നിന്ന് മുറിച്ചെടുത്ത് ഞാൻ മുറിച്ചൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള എന്താണ്? സെഗ്മെന്റ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെഗ്മെന്റ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് സെഗ്മെന്റ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ മക്കളെ, ഇതാണ് സെഗ്മെന്റ്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇതൊരു സർക്കിൾ. ഐ വിൽ ഷോ യു. ഇതൊരു സർക്കിൾ ആണ്. ഇതെന്താണ്? ഒരു സർക്കിൾ ആണ്. സർക്കിളിനെ ഞാൻ സെന്ററിലൂടെ അല്ല ഇങ്ങനെ മുറിക്കുകയാണ്. അതിനെയാണ് ഞാൻ എന്തു പറയുന്നത്? സെഗ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ
കണ്ടോ? ഇതാണ് എന്ത്? സെഗ്മെന്റ്. ഇപ്പൊ രണ്ട് സെഗ്മെന്റുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. രണ്ട് സെഗ്മെന്റുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ആ രണ്ട് സെഗ്മെന്റുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ അതിലെ വലിയ ഏരിയ ഉള്ള സെഗ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? മേജർ സെഗ്മെന്റ്. മനസ്സിലായോ? ആ വലിയ ഏരിയ ഉള്ള ആ സെഗ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? മേജർ സെഗ്മെന്റ്. ആ ചെറിയ ഏരിയ ഉള്ള സെഗ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? മൈനർ സെഗ്മെന്റ്. മനസ്സിലായോ? എന്താണ് മേജർ സെഗ്മെന്റ്, എന്താണ് മൈനർ സെഗ്മെന്റ് എന്ന് മനസ്സിലായോ? എന്താ സെഗ്മെന്റ് എന്ന് മനസ്സിലായോ എല്ലാവർക്കും? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇവിടെ എന്തുണ്ടായിരിക്കുക? ശ്രദ്ധിക്കുക, സെക്ടറിൽ ഉണ്ടായിരിക്കുന്നത് ഇതാണ്. രണ്ട് റേഡിയസും ഒരാർക്കും. സെഗ്മെന്റിലോ ഒരു കോഡും ഉണ്ടായിരിക്കും, ഒരു ആർക്കും ഉണ്ടായിരിക്കും. മനസ്സിലായോ എല്ലാവർക്കും? സെറ്റല്ലേ? സ്റ്റീവൻ ക്യാമറ ഓൺ ചെയ്ത് അടി പിടിക്കട്ടെ ഇല്ലെന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് അല്ലേ മക്കളെ? എന്തൊക്കെയാ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സർക്കിളിന്റെ എന്താണ് പെരിമീറ്റർ, എന്താണ് ഏരിയ, എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഹൗ ടു കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ അല്ലെ? സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? യെസ്, സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 2πr അല്ലെ? സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? യദു മനസ്സിലാവണ്ടോടാ? ഹരിഗോവിന്ദ്, സ്റ്റീവൻ, അനന്യ, റൈറ്റ്? അനന്യ, ആൻമരിയ, ശ്രീരാഗ്, ഇവർക്കൊക്കെ മനസ്സിലാവണ്ടോ? ഓക്കെ, ആൻഡ് മേരി. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഒരു സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr. മനസ്സിലായോ? സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? എല്ലാവരും പറഞ്ഞേ, എല്ലാവരും ഉറക്കെ പറഞ്ഞേ. സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr. എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ചോ? ഞാൻ ഇപ്പൊ ചോദിക്കും. സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് πr². മനസ്സിലായോ? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് πr². സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr. എല്ലാവർക്കും മനസ്സിലായോ? മക്കളെ എഴുതി കഴിഞ്ഞോ? സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? 2πr. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? πr². നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, യെസ്, പ്രോബ്ലം എത്തി. Find the perimeter and area of a circle of radius 5 centimeters. അല്ലേ? അതായത് റേഡിയസ് 5 ആയിട്ടുള്ള, അല്ലേ, റേഡിയസ് 5 ആയിട്ടുള്ള
സർക്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്ററും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതായത് എന്താണ് റേഡിയസ്? റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 5. റേഡിയസ് 5 ആയിട്ടുള്ള സർക്കിളിന്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം? We have to find the perimeter and area. Okay. അപ്പോ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr അല്ലേ? ഇനി r എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. r എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ്. ഇവിടെ എത്ര റേഡിയസ് പറഞ്ഞിരിക്കുന്നത്? 5 സെന്റിമീറ്റർ അല്ലേ? തന്നിരിക്കുന്ന കാര്യം ആദ്യം തന്നെ നമ്മൾ എടുത്തെഴുതി അല്ലേ? ഇനി ഇക്വേഷനിലേക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. എന്ത് വരും? 2 into pi into 5. അപ്പൊ എത്ര വരും? യെസ്, 2 into 5 10 pi. മനസ്സിലായോ എല്ലാവർക്കും? എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിച്ചത് മനസ്സിലായോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം അല്ല മക്കളെ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു എന്ത് വരും? പൈ ആർ സ്ക്വയർ. ഇവിടെ r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെന്റിമീറ്റർ അല്ലേ? r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെന്റിമീറ്റർ. അപ്പൊ എന്ത് വരും? പൈ ഇൻറ്റു 5 സ്ക്വയർ. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 into 2 10 അല്ലേ? 10 ആണോ? 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 into 2 അല്ലേ? ആണ്. ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. 5 into 5 സ്ക്വയർ എന്ന് പറഞ്ഞ എത്ര ആൻസർ? ഒന്ന് കമന്റ് ചെയ്തേ. 5 സ്ക്വയർ എത്ര ആൻസർ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ അത് തെറ്റിക്കരുത്. പലരും 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 എന്ന് എഴുതി വയ്ക്കും. 5 into 2 ഒരിക്കലുമല്ല. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 5 ആണ്. 25. 25 പൈ ആണ് ആൻസർ വരാം. മനസ്സിലായോ? സെറ്റ് അല്ലേ? ഇനി നിങ്ങളൊന്ന് ചെയ്തേ. ഒരെണ്ണം നിങ്ങൾ തന്നെ ചെയ്യാം. ഇവിടെ 6 വേഗം കണ്ടുപിടിച്ചേ. പെരിമീറ്ററും ഏരിയയും വേഗം തന്നെ ചെയ്തേ. വേഗം തന്നെ ചെയ്.
കഴിഞ്ഞവര് ഒന്ന് കമന്റ് ഇട്ടേ. നിങ്ങൾ കിട്ടിയ ആൻസർ എല്ലാവരും കമന്റ് ചെയ്തോ? നിങ്ങൾക്ക് എത്രയാണോ ആൻസർ കിട്ടിയത് അതെല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഇതാരാ അമ്മയിരുത്തി പഠിപ്പിക്കണ ആരാ? സഞ്ജയ് കൃഷ്ണ അല്ലേ? സഞ്ജയ് നിനക്ക് ചെയ്യാൻ കിട്ടണില്ലേ? സഞ്ജയ് മോനെ, ഹായ് സഞ്ജയ്. എടാ ഒരു ഓപ്ഷൻ വരണ്ട, അത് ക്ലിക്ക് ചെയ്ത് നിനക്ക് സംസാരിക്കാം. അറിയാം? എല്ലാവരും കൂടി ക്ലാസ് കേൾക്കണം, നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റണ്ടപ്പോ. കേക്കണ്ട, നിങ്ങൾ പറയണതൊക്കെ എനിക്ക് കേക്കാം. സഞ്ജയുടെ വീട് എവിടെയാ? സഞ്ജയ് കേക്കണില്ലേ? ഓക്കെ മക്കളെ, മാഷ് ചെയ്തു തരാം, ശ്രദ്ധിക്കാം. അതായത് പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ആ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? ആ പെരിമീറ്ററിന്റെ ഇക്വേഷൻ 2πr എന്നാണ് അല്ലെ? പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? 2πr. അപ്പോൾ r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ എന്ത് വരും? 2 into pi into 6, 12 pi. മനസ്സിലായോ? സെറ്റ് അല്ലേ? ഇനി ഏരിയ ആണ് നെക്സ്റ്റ്. നമുക്ക് we have to find the area of the circle അല്ലേ? അപ്പൊ ഏരിയ കണ്ടുപിടിക്കും. ഏരിയ is equal to pi r square. r is equal to 6 centimeter. pi into 6 square. ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 into 2, 12 അല്ല. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 into 6, 36 ആണ്. അപ്പോ ആൻസർ എന്ത് വന്നു? 36 pi. 36 pi. Okay, got it everyone? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ടാൻജന്റ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ടാൻജന്റ്? വാട്ട് ഈസ് സ്വീക്വന്റ്? മനസ്സിലായില്ലേ? അതായത് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനെ പറയുന്ന പേരാണ് എന്ത്? ടാൻജന്റ്. മനസ്സിലായോ? ഇതൊരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലൈൻ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ടാൻജന്റ് intersecting the circle at only one point. മനസ്സിലായില്ലേ? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജൻസ് എന്ന് പറയുന്നത്. ടാൻജന്റ് എന്ന് പറയുന്നത് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രമേ അതെന്ത് ചെയ്യാൻ പാടുള്ളൂ? ടച്ച് ചെയ്യാൻ പാടുള്ളൂ.
ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ല സോറി, സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ഈ വരേനെയാണ് നമ്മൾ എന്ത് പറയണേ? ടാൻജന്റ്. മനസ്സിലായോ? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനെ പറയുന്ന പേരാണ് ടാൻജന്റ്. ഇനി ഞാൻ പറയില്ല. അപ്പൊ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ടാൻജന്റ്. അപ്പൊ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് കണ്ടോ? ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് കണ്ടോ? ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. മനസ്സിലായോ? അപ്പൊ ടാൻജന്റ് എല്ലാവർക്കും മനസ്സിലായോ? വാട്ട് ഈസ് ടാൻജന്റ്? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സ്ട്രൈറ്റ് ലൈൻ, ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. ആ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് കണ്ടോ? ഇവിടെ നിങ്ങൾ ഒരു പോയിന്റ് കണ്ടോ? ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് കോണ്ടാക്റ്റിൽ വരുന്ന പോയിന്റ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അടുത്ത നമ്മൾ എന്താ പഠിക്കാൻ പോണേ? സീക്വന്റ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് സീക്വന്റ്? സീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിന്റെ, ശ്രദ്ധിക്കാം, ഇതെന്ന് പറഞ്ഞ കോഡാണ്, ഇതെന്ന് പറഞ്ഞ സീക്വന്റ് ആണ്. പുറത്തേക്ക് പോണം. മനസ്സിലായോ? സീക്വന്റ് എന്ന് പറഞ്ഞ എന്താണ്? In a sequence, the line intersecting the circle at 2 points. 2 points-ലൂടെ എന്ത് ചെയ്യണം? ഇന്റർസെക്ട് ചെയ്ത് പോണം, അതായത് മുറിച്ചു പോണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് സീക്വന്റ്? സീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സർക്കിളിലെ എന്താക്കണം? ആ 2 പോയിന്റിലൂടെ മുറിച്ച് കടന്നു പോകുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വന്റ് എന്ന് പറയുന്നത്. എഴുതിയെടുത്തോ എല്ലാവരും? മക്കളെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഒന്നും കൂടി നിങ്ങളോട് ഒന്ന് റീകളക്ട് ചെയ്ത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം. അതായത് ഇന്ന് ആദ്യം നമ്മൾ എന്താ പഠിച്ചേ? യെസ്, റേഡിയസ് എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിയില്ലേ? സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട് ഓഫ് ദി സർക്കിൾ. സെന്ററിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ? ഇതാണ് എന്ത്? സെക്ടർ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? 2 റേഡിയസ് ഉണ്ടാവും, ഒരു ആർക്കും ഉണ്ടാവും. Got it? ഇനി അടുത്തത് എന്താ നമ്മൾ പഠിച്ചേ? സെഗ്മെന്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. വാട്ട് ഈസ് സെഗ്മെന്റ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ളൂ. അതായത് ഒരു കോഡ്, ഇത് കണ്ടോ, ഇങ്ങനെ മുറിക്കണം. വെറുതെ സെന്ററിന്റെ ആവശ്യമൊന്നുമില്ല.
ഇങ്ങനെ മുറിച്ച് കിട്ടുന്നു. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു കോഡ് ഉണ്ടാവും, ഒരു ആർക്ക് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഗ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഇതിനെ ശ്രദ്ധ ശ്രദ്ധിച്ചിരിക്കട്ടോ. ഇനി അടുത്തത് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ആർക്ക് എന്താണെന്ന് പഠിക്കാനുള്ളത്. ആർക്ക് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്രയും ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായ? ഈ ഒരു അനന്യ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചേ? ടാൻജന്റ് അല്ലേ? വാട്ട് ഈസ് ടാൻജന്റ്? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്താ പഠിച്ചത്? കോഡ് എന്താണെന്ന് പഠിച്ചത്. വാട്ട് ഈസ് കോഡ്? കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോഡ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന കോഡിനെയാണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി? ഒരു തംസപ്പ് ഇട്ടേ. മനസ്സിലാകാറുണ്ട് അല്ലേ? എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് ക്ലാസ് കഴിയുമ്പോ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളെ വിളിക്കും. മനസ്സിലായോ? ഇന്ന് ക്ലാസ് കഴിയുമ്പോ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളെ വിളിക്കും. അപ്പൊ വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിരിക്കും അവർ വിളിക്കേണ്ടായിരിക്കുക. അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യാ? ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇഷ്ടായില്ലെങ്കിൽ എന്ത് പറയാ? ഇഷ്ടായില്ല എന്ന് പറയാം. മനസ്സിലായോ? നിങ്ങളുടെ ജെനുവിൻ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവരോട് പറയണം. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആരും ലേറ്റ് ആക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. കേട്ടോ? എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ? അപ്പൊ ആരും ലേറ്റ് ആക്കണ്ട. മനസ്സിലായോ? അപ്പൊ നമുക്ക് റെഗുലർ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.